ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. പൊക്കിൾ ചുഴി എന്നത് ശരീരത്തിലെ വിവിധ നാഡീവ്യൂഹങ്ങളുമായി ഒത്തുചേരുന്ന ഒരു പ്രധാന ഭാഗമാണ്. ശരീരത്തിൽ ഏകദേശം 77,000 നാഡികൾ പൊക്കിളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇത് ശരീരത്തിൻ്റെ ഉൾഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ പുറമേ ചെയ്യുന്ന ഏത് ക്രീമുകളെക്കാളും സംരക്ഷണത്തെക്കാളും ഏറ്റവും ഗുണപ്രദമാണ് പൊക്കിളിലുള്ള എണ്ണപ്രയോഗം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഗുണം ചെയ്യുന്ന എണ്ണപ്രയോഗങ്ങൾ ഉണ്ട്. ഏറ്റവും അധികം അണുബാധയുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് പൊക്കിൾ ചുഴി. അതിന് കാരണം ശരീരത്തിലെ അഴുക്കുകളും വിയർപ്പും എണ്ണയും അഴിഞ്ഞുകൂടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഭാഗം. ഇങ്ങനെ വൃത്തികേടാകുന്ന പക്ഷം ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ആവാസ കേന്ദ്രമായി മാറും പൊക്കിൾ ചുഴി. 67ലധികം ബാക്ടീരിയകൾ പൊക്കിളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന 2 തരം ബാക്ടീരിയകളാണ് സ്റ്റാഫിലോകോക്കസും കെറ്റിന ബാക്ടീരിയം എന്നതും. അത്ര ഇത് ഉപദ്രവകാരികളല്ലെങ്കിലും മുറിവിലൂടെയും അതുപോലെ കൃത്യമായ സാഹചര്യങ്ങളിലും ഇവ അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അണുബാധയുണ്ടെന്നറിയിക്കുന്ന ലക്ഷണങ്ങൾ പഴുപ്പും അസഹനീയമായ ദുർഗന്ധം, പൊക്കിളിന് ചുറ്റും വീക്കവും ചുവപ്പ് നിറവും ഉണ്ടാവുക. മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പക്ഷം ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാകും. മാത്രമല്ല ഈ ഇൻഫെക്ഷൻ ചുറ്റും പകരുന്നതിനാൽ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പൊക്കിളിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്. പൊക്കിളിന് ചുറ്റും മൈദ ഉപയോഗിച്ച് കഴുകുകയും വൃത്തിയാക്കുകയും തുടച്ച് എപ്പോഴും ഈർപ്പം ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന് പറ്റിയ ഏറ്റവും വലിയ മാർഗം. എല്ലാത്തിനും ഒരേപോലെയാണ് പൊക്കിളിൽ മസാജ് ചെയ്യുന്നത്. ഏത് ഓയിൽ ഉപയോഗിച്ചാലും അത് ചെറുതായി ചൂടാക്കിയതിന് ശേഷം 2-3 തുള്ളി പൊക്കിളിലൊഴിച്ച് അതിൻ്റെ റൗണ്ട് മസാജാണ് ചെയ്യേണ്ടത്. ഒരു വിരൽ കൊണ്ട് ഒരു റൗണ്ട് മസാജ് ചെയ്യുക. അത് ക്ലോക്ക് വൈസ് രീതിയിൽ തന്നെ മസാജ് ചെയ്ത് ശ്രദ്ധിക്കുക. അതുപോലെ മസാജ് ചെയ്യുന്നത് ഒരു 21-30 ദിവസമെങ്കിലും നമുക്ക് ചെയ്തിരുന്നാൽ ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നതാണ്. തുടരുന്നത് കൂടുതൽ പൈസ ചിലവോ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു പ്രയോഗമായിരുന്നു. നമുക്കത് തുടരുന്നാൽ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യം തന്നെ നമ്മുടെ എല്ലാവിധ ഗുണങ്ങളും തുടർന്നും നിലനിൽക്കുന്നതാണ്. ഏത് തരം മസാജ് രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് കാരണം ഇപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. കൂടാതെ റിലാക്സ് ആയിട്ടിരിക്കുന്നതും സ്ട്രെസ്സില്ലാതിരിക്കുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യുകയും അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് രാത്രിയിൽ ചെയ്യുന്ന